ആദ്യമായിട്ടൊരു കാർ ഷോ പോലൊരു സാധനത്തിന് പോലീസ് വണ്ടിയുടെ ജസ്റ്റ് ഇങ്ങനെ cars like yours and you guys are the standing inspiration. This is takeover. At least 5x. അല്ലേ? Hello everyone, welcome back to Carti Network. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാക്കിംഗ് ഒക്കെ പോയിട്ട് തിരിച്ചു വന്നു. വണ്ടികളൊക്കെ ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യാനായിട്ട്. വണ്ടിയുടെ ഓണറാണ്. അതങ്ങനെ ഇടാ. അതായത് നീ കഴിഞ്ഞ ദിവസം ചെയ്ത ബ്ലോഗില് അത് കട്ട് ചെയ്തായിരുന്നു അതിന്റെ ബാക്കി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കാർട്ടി നെറ്റ്വർക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാക്ക് ഡേ ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന് വണ്ടികളൊക്കെ കൊണ്ടുപോയി തിരിച്ച് BMW കയറ്റി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് ഇന്ന് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ് ദ ഗറാജിൽ അല്ലേ ഒരു ജനറേഷൻ സ്പീഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. കുറേ നല്ല വണ്ടികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചുമ്മാ പോയി നോക്കുക അങ്ങോട്ട്. എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എങ്ങനെയാണ് ട്രാക്ക് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രാക്ക് ഡേ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വണ്ടീനെ എങ്ങനെയൊക്കെ പുഷ് ചെയ്യാനും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും പഠിക്കാൻ പറ്റി. വണ്ടിയുടെ ലിമിറ്റ് മനസ്സിലാക്കാണ്. എക്സാക്ട്ലി. പക്ഷേ ഇത് ഭയങ്കര നോക്കുമ്പോൾ എന്താണ് ഈ ട്രാക്കിൽ ഇത്ര വലിയ സംഭവം എന്നൊക്കെ ആലോചിക്കും. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി ഓൺ ചെയ്തിട്ട് ട്രാക്കിൽ പോയി കഴിയുമ്പോൾ സീരിയസ്ലി അഡിക്റ്റീവ്. എനിക്കിത് എക്സാക്ട്ലി ദ തിങ് ഈസ് എങ്ങനെ ഈ നെക്സ്റ്റ് ട്രാക്ക് ഡേ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് എൻ്റെ മനസ്സിലിപ്പോൾ. ഓടിച്ചേട്ടൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടായിരുന്നോ ട്രാക്ക് ഡേക്ക് പോയി കഴിഞ്ഞിട്ട്? ഇല്ല, വേറെ പ്രശ്നം. അതായത് ട്രാക്ക് ഡേക്ക് തൊട്ട് മുമ്പ് നമുക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നല്ലോ. അത് ആ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ എൻ്റെ ഓൾറെഡി ജസ്റ്റ് ഇങ്ങനെ മ്യൂട്ടഡ് ആണല്ലോ. മേ ബി അപ്പോൾ ട്രാക്ക് ഡേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെക്കപ്പിൻ്റെ സമയത്ത് തന്നെ എൻ്റെ ഒരു കംപ്ലീറ്റ് റൗണ്ട് ഓഫ് സർവീസ് കഴിഞ്ഞായിരുന്നു. ഇതൊന്നുമില്ല. എൻ്റെ വണ്ടിയിൽ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൽ ഹിറ്റ് ചെയ്തില്ലേ, ആ കോർണേഴ്സിൽ ഹിറ്റ് ചെയ്തില്ലേ, ഇച്ചിരി ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ തോന്നുന്നു. ആ ഫ്രണ്ടിൻ്റെ ആ ഹബ് ക്യാപ്പ് ഊരിപ്പോയി. പിന്നെ ബാക്കിൽ നിന്ന് എന്തോ ഒരു ചെറിയ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു നട്ട് ലൂസായതാ, ഒരു ബോൾട്ട് ലൂസായതാ. അതെല്ലാം തിരിച്ച് കയറ്റി, കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്ക് കിട്ടിയ ആ മറ്റേ ഫ്രെയിംഡ് സർട്ടിഫിക്കറ്റ് അതിനകത്തുണ്ട് ഒരു ഹബ്ബാണോ? അത് ഊരി എടുത്തിട്ട് അത് ഹബ്ബാണോ? ഊരി നോക്കാം. അപ്പൊ നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ? പരിപാടിക്ക് അറ്റ് ദ ഗറാജ് വെച്ച് കാണാം. പരിപാടിയെല്ലാം കഴിഞ്ഞ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടാണോ വരുന്നത്? എന്നാ പറയാനാ ബ്രോ, ഈ സാമാനം പിടിപ്പിക്കാൻ ഇത്ര നാൾ ഇത് എല്ലാരും ചെലവില്ല ആണോ? ഗോവിന്ദ് ഗോവിന്ദ് സമയത്തൊക്കെ ഉണ്ടല്ലോ. സമയത്തൊക്കെ എപ്പോഴാ വന്നേ? നേരത്തോട്ടുണ്ട്. ആണോ? നമുക്ക് പോവാം. അവിടെ പുള്ളി എന്നെ വിളിച്ചായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു VRS ആയിരിക്കും ഏറ്റവും കൂടുതൽ പവർ പുഷ് ചെയ്യുന്നതല്ല അല്ലേ? റിയൽ വേൾഡ് ടോർക്ക് ആൻഡ് റോനസ് എന്തൊക്കെ കണ്ടാലും ഈ സ്കോഡ ഫോക്സ്വാഗന്റെ പ്യുവർ സ്കോഡ ഫോക്സ്വാഗൻ ഫാനായി എനിക്ക് വേറെ ഒന്നിനോടും ഒരു ഇത് വരുന്നില്ല. എന്തോ ആരോ വിളിക്കണ്ട് എൻ്റെ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പോകുന്ന ആ ഫ്ലീറ്റിൽ ഏറ്റവും റിയൽ വേൾഡ് പവർ പുഷ് ചെയ്യുന്ന ഏത് വണ്ടിയായിരിക്കും? നമ്മളിന്നൊരു ആദ്യമായിട്ടൊരു കാർ ഷോ പോലൊരു സാധനത്തിന് വന്നിരിക്കുക. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും പറയാം. മേടിക്കുവാണെങ്കിൽ ഓറഞ്ച് വണ്ടി മേടിക്കണം, അല്ലാണ്ട് ഈ അണ്ടർസ്റ്റേറ്റഡ് അന്നേരം ആ പിള്ളേർ തുടങ്ങുന്നേ.
ഒരുമിച്ചായിരുന്നു. അതും ചെയ്തായിരുന്ന കരയട്ടെ അതും ചെയ്തായിരുന്ന ബോണി ഇപ്പൊ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങോട്ട് മൂടിയിടാം. അതെനിക്ക് എക്സോസ്റ്റ് മേടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ പൊസിഷൻ ചെയ്യുന്നല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അത് പതുക്കെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി കടം ഉണ്ടാക്കി വെക്കാം. അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. എങ്ങനെയാ എക്സോസ്റ്റ് കൂടുതൽ പൈസ ഉണ്ടാക്കണം, കൂടുതൽ പൈസ ഉണ്ടാക്കണം. അവിടെ അവനെ പുള്ളി പൊട്ടിക്കാഞ്ഞേ നമ്മൾ മാത്രമേ പൊട്ടിച്ചുള്ളൂ. ഏതാ നമ്മൾ മാത്രമേ പൊട്ടിച്ചുള്ളൂ. നമ്മള് മാത്രം പുള്ളി ഒരു തവണ കൊടുത്തു ഫോണിൽ ഇരിക്കുന്നത് അതുകൊണ്ടിരിക്കും. Heading back to Palakkad. Lovely VRS and VRS is sold. Oh, is it? Yeah. Oh. I sold it and I needed the money to Okay. But it was awesome. Yeah, it was a nice car. But anything nice has to come to it. Yes. For the good. Yeah. I mean, I had already reached the top of there's nothing more to do actually, other than get a new turbo, which should actually make the car slower on our roads. So, yeah, that's when I decided I'd go for something. Very nice. Keep going. I will, buddy. Thank you. Bro, big fan, bro. അത് കിട്ടിയിട്ടില്ലേ? എടാ ഈ സാധനേ കുറെ നാളായിട്ട് ഞാൻ കാണുന്ന എനിക്കൊന്ന് ക്രൈസ്റ്റിൽ ഞാൻ പഠിക്കുമ്പോൾ, അതായത് 2017 ആ സമയത്ത് അതുള്ള ഇത് മിക്ക സമയത്ത് ഷോറൂമിലുണ്ടാവും, സർവീസിലോട്ട് കിടക്കുന്നുണ്ടോ. ആണോ? എന്ത് ഇതാണ്? റെഡ് ബുളിന്റെ വണ്ടിയാണത്. KL35 അല്ലേ? ഇങ്ങനെയാണ് 41. മച്ച മൈലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡീസൽ കാർ ഇതിനല്ലേ എപ്പോഴും ഞാൻ പറയട്ടെ, അത് ഇതും അങ്ങനെയായിരുന്നു. അത് കുറച്ചേ മാറിക്കോളൂ. അതിനാണ് അങ്ങനെ. അതെനിക്ക് അതെന്താ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ വണ്ടിയാവും. അപ്പൊ പരിപാടി നല്ല പൊളിയായിരുന്നു ഇങ്ങോട്ട്, നല്ല ട്രാഫിക് ആയിരുന്നില്ലേ? ട്രാഫിക് ആയിരുന്നടാ. അത് വണ്ടി ഓണാ. ഫുൾ സിസ്റ്റം മാറിയിരിക്കണം. ഫുൾ സിസ്റ്റം ഇല്ല, ക്യാൻ മാത്രം സ്റ്റോക്ക്. ബാക്ക് ബോക്സ് സ്റ്റോക്കാണ്. മിഡ് പൈപ്പും ഡൗൺ പൈപ്പും ഏതിൻ്റെയാണ് അത്? ഇത് ആക്റ്റീവ് ഓട്ടോ. ഓ നൈസ്. X3M ആണ് ലൗഡ് ആയിരിക്കുന്നത്. അതിന്റെ 10x ലൗഡറാണ് ശരിക്കും. അറ്റ്ലീസ്റ്റ് 5x അല്ലേ? ചെയ്യാനെടുക്കും. വെട്ടിയാണ്ട് പോക അല്ലേ? നമുക്കില്ലേ രാത്രി ഫോട്ടോ വെച്ചിൽ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഫോട്ടോ എടുക്കാൻ. അവിടേക്ക് വിടാം. അവിടെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഭയങ്കര VRS ഫാനായിരുന്നു. ഇപ്പോൾ ഞാൻ കാണുന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ BMW മാറി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് VRS കണ്ടന്റാണ് ഞാൻ വേറെ ചാനൽ കണ്ടുപിടിക്കണം. ഇനി അത് വേണമെങ്കിൽ ഇവന് മാറ്റി കൊടുക്കാം. ഈ M2 എടുക്കുന്നതിന് പകരം ഈ 340 എടുക്കണമായിരുന്നു. എടുത്തായിരുന്നെങ്കിൽ അതൊക്കെ ഒരു വണ്ടി, അതൊക്കെ ഒരു വണ്ടിയാ. അല്ല വണ്ടി അതല്ലേ അത് സെറ്റ് സാറാണ്. ഞാൻ എപ്പോ ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോളാം. സ്റ്റാർട്ട് ചെയ്യാൻ പോണോ? ഇല്ല, റിയാക്ഷൻ എല്ലാം ഫുള്ള് ആവുമ്പോഴേ ഇത് അടിപൊളിയായിട്ട് അത് ഷൂട്ട് ചെയ്തോണം കേട്ടോ. അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ ഹെലിക്കാമ കോളി. വേറെ റിയാക്ഷൻ ഓൺലി അതിന് മുമ്പേ ചെയ്യണം. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്ന പറഞ്ഞേ, സുചേട്ടൻ വരുന്ന പറഞ്ഞേ. വരണ്ടെങ്കിൽ അതിന് മുന്നേ ചെയ്യണം, അല്ലെങ്കിൽ നാണക്കേടാ. പുള്ളി ചുമ്മാ ഒന്ന് ഐഡിൽ ചെയ്യുമ്പോ തന്നെ ആഫ്റ്റർ സൈലൻസ്. Hats off to all you guys to make it over here on such short notice. You guys are awesome. Next thing I want to just quickly touch on is the car culture in Kerala. Man, you will not find this electric energy anywhere else in the country. I promise you. I've been everywhere. I've driven cars like yours, and you guys are the standing inspiration for the rest of the people in this state. So once again, thank you so much for being here. And I want to see all of you. Goodwood Festival and Indian version.
ഏതാ? ദിസ് ഇസ് ടേക്ക് ഓവർ. ദിസ് ഇസ് ടേക്ക് ഓവർ. ചോറായോ? ചോറായോ? ഓണാക്കില്ല. 340 ഒക്കെ ഒരു വണ്ടിയാണ്. അതും ജൗളിക്കട അത് വേണേ. And go. വീഡിയോ റെഡി അല്ലേ? 340 ഒക്കെ ഒരു വണ്ടിയാണ്. പോവാല്ലേ? 340 ഒക്കെ ഒരു വണ്ടിയാണ്. മറ്റേ സാധനമുണ്ട് നിങ്ങളിങ്ങനെ ഓടിച്ചു പോയാൽ കണ്ടിട്ടില്ല. വാണിംഗ് ഏതാ? ടയർ NIM2 340 ഫ്രണ്ട് വീൽ ഡ്രൈവ് എപ്പ ചാവും ഇപ്പൊ ചാവും എന്നോർത്തോണ്ട് പോകുന്ന ഈ റോനസ് അത് എവിടെ കിട്ടും? ഞാനങ്ങ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. 340 ഒക്കെ ഒരു വണ്ടിയാണ്. ഞാനൊരു കാര്യം ഹുറാക്കാൻ ടെക്നിക്ക ഈവോ ലൈറ്റ് ഇട്ടിട്ട് വരാം. ഹുറാക്കാൻ ഇപ്പൊ ടെക്നിക്ക ഇറങ്ങി, അതിന് മുന്നേ ഈവോ STO, അതിന് മുന്നേ നോർമൽ LP 580 640 അങ്ങനെ 2-3 മോഡല്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്ഥലം നോക്കിയാൽ പക്ഷേ നമ്മള് ഹുറാക്കാൻ ടെക്നിക്കയാണ് കാണാൻ പോകുന്നത്. സോ ബേസിക്കലി എക്സൈറ്റഡ് ആണോ? എനിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം ഹുറാക്കാൻ. കാരണം എനിക്ക് ടെക്നിക്ക് ഇഷ്ടമായിരുന്നത് നീ പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡാഷ്ബോർഡ് മറ്റേ DD പോലത്തെ സാധനം ഇഷ്ടമാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു സമയം വരെ ഐ തോട്ട് ഹുറാക്കാൻ ഇസ് ദ എൻ ഗെയിം എന്നല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണ് താൻ. എന്തോ ഒരു പ്രത്യേക ഒരു ഡ്രാമയും ഒരു രസമുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം കുറെ വണ്ടികൾ വന്നു. പക്ഷെ എന്നാലും ഹുറാക്കാനോടുള്ളൊരു സ്നേഹം എപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത കാര്യം, ഹുറാക്കാൻ ഈവോ STO ടെക്നിക്ക് ഇറങ്ങി പല വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള വ്യത്യാസം നാണം വരില്ലേ? നീല വണ്ടി കാണിച്ചു തരട്ടെ. നീല കളർ സെന്നാണോ? സെന്നല്ല, അതുപോലൊരു സാധന. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു പിനാക്കിൾ, ഒരു എന്താ പറയണേ അല്ലേ? എനിക്ക് ടെക്നിക്കാന്നൊന്നുമല്ല, അതായത് ഒരു ഹുറാക്കാൻ ആ 610-4 എന്ന് മറ്റേ റിയർ വീൽ ഡ്രൈവ് പഴയ 510-2 എന്തായാലും പറയും. അതിന് 510-2 അല്ലേ ആദ്യം ഇറങ്ങിയ സാധനം, ബേസിക് ഹുറാക്കാൻ. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡെയിലി ഡ്രൈവൺ എക്സോട്ടിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഡെയിലി എല്ലാവരും വണ്ടിയൊക്കെ എടുക്കും.
ശരിക്കും റിവ്യൂ കാണാനല്ല. Doesn't give justice at all. ടെക്നിക്ക എന്ന് പറയുമ്പം എന്താ ടെക്നോളജിക്കൽ അഡ്വാൻസ്? ടെക്നിക്ക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയാം. സാധാരണ 610-4 വരുന്നത് 4-wheel ഡ്രൈവ് വരിക. ഇത് 610-2 എന്ന് പറഞ്ഞാൽ റിയർ വീൽ ഡ്രൈവിലോട്ട്. റിയർ വീലിലോട്ട് ഇത്രയും പവർ വരുന്നു. പിന്നെ ട്രാക്ക് സ്പെസിഫിക് ആണ് ഇതിന്റെ എയറോഡൈനാമിക്സും. പണ്ട് പെർഫോമാൻഡേ ഇല്ലേ, പെർഫോമാൻഡേ പോലെ ഇതിന്റെ STO ഇതിന്റെ STO ഇതിന് മുമ്പത്തെ STO ആൻഡ് ഇവോടെ അല്ലേ മിക്സ്. ഏറ്റവും ഹോളി ഗ്രെയിൽ ഓഫ് ഹുറാക്കാൻ ലാസ്റ്റ് കാർബൺ സെറാമിക് ബ്രേക്സ് ഒക്കെയാണ് ഉറപ്പായിട്ടുമായിരിക്കും. ആയിരിക്കുമല്ലോ. പിന്നെ കാർബൺ സെറാമിക്സ് ഓൺലി. ഞാൻ എനിക്ക് തോന്നുന്നു ഹുറാക്കാൻ ആദ്യമായിട്ടാണ്. ഞാൻ പിന്നെ കുറെ ഇതിലൊക്കെ കയറിയിട്ടുണ്ട്. ഏത് അവൻ്റെ കൂടെ VVT-യിൽ വെച്ച്. പക്ഷെ ഹുറാക്കാൻ ഇത് ഷിപ്പ് ചെയ്യുന്ന ശരിക്കും എവിടെ നിന്നാണ്? Oh, okay. So basically, from production, it went to Hong Kong. Oh, okay. Hong Kong will actually almost ഒരു മാസം കിടന്നു. Because it was in Chinese. Oh, okay. എല്ലാം ചൈനീസിലായിരുന്നു. The manuals, the specs, അതൊക്കെ സോ ദേ കാൺ ഞങ്ങളുടെ ഈ ബാക്കി വണ്ടി പോലെ ഫ്ലാഷ് ഡ്രൈവ് ഇടുന്ന പോലെ അവർ ചെയ്യേണ്ടതില്ല. സോ ദേ വാണ്ടഡ് സംബഡി ടു കം ഫ്രം ഇറ്റലി ആൻഡ് ദെൻ ഡു എവറിത്തിങ്. അപ്പോൾ ഞാൻ ഹുറാക്കാനും നമുക്ക് ഈ 2 ലിറ്റർ എഞ്ചിനിൽ നിന്ന് ഇത്രയും വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയിൽ 500 HP എടുത്ത് കാര്യം വല്ലതാണോ? അത് ഫുള്ളി ഫ്രണ്ട് വീൽ ഡ്രൈവ്. ഫുള്ളി ഫ്രണ്ട് വീൽ ഡ്രൈവ്. ലോട്ട്സ് ഓഫ് ടോർക്ക്, സ്റ്റിയർ, റോനസ്, ചവമുണ അവസ്ഥ, എവറിത്തിങ്. അടിപൊളി. അതാണ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കുര്യം ചെയ്യൂല. ഞാൻ പറയട്ടെ, അത് ഭയങ്കര പാടാണ്. ഞാൻ പറയട്ടെ, ആദ്യം ഫുൾ ബ്രേക്ക് ഒട്ടി പിടിക്കുക, എന്നിട്ട് ആക്സിലേറ്റർ നെക്കി ബാക്ക് വീൽ വിടുമ്പോൾ സ്പിന്നാവുന്ന തുടങ്ങും. ഈ വണ്ടിയിൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ എന്നിട്ട് പിന്നെ ബാലൻസ് ഭയങ്കരമായിട്ട് വേണം, അല്ലെങ്കിൽ വണ്ടി ഗ്രിപ്പ് പിടിക്കുന്നതന്നെ. വ്യത്യസ്തന്മാരല്ലേ? ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ നല്ലൊരു വണ്ടിയുടെ വീഡിയോ വരും, വരുമ്പോഴത്തേക്ക് ബാക്കിൽ ഒരു ഓട്ടോ വരുന്നു. ഞാൻ ശ്രദ്ധിച്ച ഓൾട്ടോയാണ് ഇങ്ങനെ മെയിൻ വരുന്നൊരു കമൻറ്റ്. രണ്ട് എന്നിട്ട് ഒരു കാർ ലാമ്പോ കിടക്കുറങ്ങി രണ്ടുപേരിക്കുന്നതൊക്കെ അടിക്കും, എന്താ വണ്ടിയല്ലേ? അങ്ങനെ പറയും അതെ അടിപൊളി വണ്ടി. കിടക്കുന്നൊരുത്തൻ ഞാൻ അതിൻ്റെ ബാക്കിലുള്ള ഓട്ടോ ആണ് വ്യത്യസ്തം. രാത്രിയായില്ലേ വേണ്ട ഉപേക്ഷിച്ചാണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ അത് എടുക്കണോ? അങ്ങനെ ഒരു സാധനം എടുത്താൽ പറഞ്ഞു ഒരു സിനിമക്കാർ അതാണ് എത്ര പേരോടാക്കിയിട്ട് പറയാൻ. കണ്ണൂടിയായിട്ട് നൈസായിരുന്നു. ഏതൊരു കണ്ണൂര് ഓർഡർ ഒരു ക്യാബിൻ സ്യൂട്ട്കേസ് കറക്റ്റായിട്ട് കേൾക്കും. ആക്ച്വലി ഇത് കയറും, പക്ഷെ ഞാൻ അവർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ കയറുന്നൊരു ബാഗ് ഉണ്ട്. ഓ എല്ലാവരും എല്ലാ സൈഡിൽ നീലക്കുയിലോ ഞാനൊന്ന് കയറിയിരിക്കട്ടെ. സോ ഇത് ഞങ്ങൾ സ്പെക്ക് ചെയ്തതാ. ഐ മീൻ ഞങ്ങൾ സ്പെക്ക് ചെയ്തല്ല, ആരോ സ്പെക്ക് ചെയ്തതാ. ഇത് കാർബൺ ഫൈബർ. ജനറലി ഇറ്റ് ഡസന്റ് കം ആസ് എ കാർബൺ ഫൈബർ. ഓ നമുക്കപ്പോൾ അവിടെ ടോളിൻ സ്കിൻ സയൻസിന്റെ അവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. എനിക്കറിയില്ല അത് എവിടെയാണ് കേട്ടോ. ഈ റോഡിന്റെ നേരെ അറ്റത്ത് റൈറ്റ് സൈഡിൽ. തന്റെ വണ്ടിയുടെ സൈഡ് പോലും നോക്കുന്നില്ലല്ലേ? തന്റെ വണ്ടിയുടെ സൈഡ് പോലും നോക്കുന്നില്ലല്ലേ? ഞാൻ നോക്കിയായിരുന്നു പറ്റി. ഒന്നുമില്ല, ഞാൻ നോക്കാത്ത പോലെ തോന്നിയോ? വേറെ മൂഡാണ്. ബോയ്സ്, ഈ വണ്ടിയുടെ പ്രീവിയസ് ഓണറാണ്. ഇത് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. കോൺഫിഡൻസ്. സോ ബേസിക്കലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്നാണോ കാണിച്ച്
ഒന്നും വേണ്ട. ഒന്നും ഒപ്പം നിൽക്കാൻ പറ്റില്ല അല്ലേ? ഇതൊക്കെയാ പ്രശ്നം, ഇതൊക്കെയാ പ്രശ്നം, മനസ്സിലായോ? G87 കാണാനില്ലല്ലോ. ഫോണി വിളിച്ചിട്ടൊന്ന് റബ് ചെയ്യാൻ പറ്റും. ഇപ്പം റെഡാ ആരും പുള്ളി അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ കാണാം അല്ലേ? ഇപ്പൊ കണ്ടോ പുള്ളി ഷട്ട് ഓഫ് ചെയ്തു, ഹോസ്പിറ്റൽ ആയതുകൊണ്ടായിരിക്കും. ആ അത് നല്ല വേണമെങ്കിൽ ഷട്ട് ഓഫ് ചെയ്തായിരുന്നു, കാണാമല്ലോ. സെന്നിന്റെ സൈസും ഫൊറാക്കറിന്റെ സൈസും വലുതായിരുന്നു അല്ലേ? മറ്റേ അവന്റൂർ മറ്റേ റൊബൽറ്റും ഒക്കെ എന്നെ വലുതായിരുന്നു. സെന്നിന് പൊക്കം കൂടുതലാ. അതെ അല്ലേ? അതെ. കൊള്ളാം. എന്റെ പൊന്നളിയാ, റെനലെന്ന് പറഞ്ഞുണ്ടല്ലോ, ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ സുജിത്തേട്ടൻ കണ്ടില്ല, പുള്ളിയെ വിളിച്ചു, ഒരു ജാടയില്ല, പുള്ളി വന്നു, നമ്മളെ വണ്ടിയെ കാണിക്കുന്നു. അടിപൊളി. കാർട്ടൂൺ നെറ്റ്വർക്ക് അൺഫിൽറ്റേർഡ്. Grateful for all these friends, for all these people, for all these times, for all these beautiful cars that we get to experience. അല്ലേ ഡാർലെ? അതെ. Yeah. അതെന്നായിരുന്നത്? വലിയ രസമല്ലേ രണ്ടും കൂടെ കാണാൻ? ജൗളിക്കട. രണ്ടു കൊല്ലത്തിനുള്ളിൽ എടുക്കുമല്ലേ ഇതോ? ഓവർടേക്ക് കഴിഞ്ഞാ, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി പോകുമ്പോ അവനെന്താ എടുക്കും. ഞാൻ പെണ്ണുമ്പിള്ള വിളിച്ചോണ്ടിരിക്കുക, കുഴപ്പമില്ല അവളെ. ഏതൊരു കണ്ടിന്യൂസ് ആക്കി നല്ലൊരു തമ്പായിരുന്നു. നല്ലൊരു തമ്പം ഇതിന് തമിഴില് പേജില് നല്ല പാർട്ടി വണ്ടി, നല്ല നല്ല പെർഫെക്റ്റ് സ്ഥലം. കുര്യൻ സൺഡേ ട്രാക്ക് ഡേ നമ്മൾ ഓടിക്കണില്ല, നമ്മൾ കാണാൻ പോകണുള്ളൂ. നമ്മൾ പീസ്ഫുൾ ആയിട്ട് വെറുതെ വെളുപ്പിന് വണ്ടികൾ എടുക്കുന്നുണ്ടോ? നമ്മള് നമ്മളുടെ ഓൺ ഡ്രൈവ് ആയിട്ട് അവിടെ അവരൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് അറിയാമോ? വണ്ടി അത് കേട്ടു അല്ല അപ്പൊ ബോയ്സ് അങ്ങനെ ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. ഫുഡ് വല്ല കഴിച്ചാലോടെ അല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു experience പറയണ്ടേ? അല്ല നമ്മളിപ്പോ ഉണ്ടായിരുന്ന സംഭവം പറയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു സുജിത്താന്റെ കൂടെ? അപ്പൊ അടുത്ത ട്രാക്ക് ഡേ പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ബ്രോ കയറിയത്? ഇത് എൻ്റെ ഫസ്റ്റ് സൂപ്പർ കാർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ആൻഡ് സോർട്ട് ഓഫ് കോൺഫിഡൻസ്. പക്ഷെ പുറത്തു നോക്കും ഭയങ്കര ബ്രൂട്ടലാ. പുള്ളി പറയുന്ന അകത്തൊന്നും ഫീൽ ചെയ്തു. ഞാൻ ആദ്യം പോയ സമയത്ത് എൻ്റെ കാറിൽ പുറകെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് പേടിയാവും ഇത് പോകണമെന്നോ. പക്ഷെ അതേ സ്പീഡിൽ അതിൻ്റെ അകത്തിരിക്കാൻ വേണ്ടല്ലോ. ലൈക്ക് അത് ഇനിയും പുഷ് ചെയ്യാം എന്നുള്ള പോലെയാണ്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അകത്തിരിക്കുമ്പോൾ അതൊക്കെ അതാ പറയുന്നത്. പ്രിസിഷൻ, ബ്രേക്കിംഗ്, എവറിത്തിങ് ഇൻസെയിൻ. അത് ഒരു ആ കാർബൺ സെറാമിക്സിന് വല്ലതും ഫീൽ ചെയ്യുമോ നമുക്ക്? അറിയില്ല. ഞാൻ പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം കുറച്ച് ഹീറ്റപ്പ് ആയി കഴിഞ്ഞാലല്ലേ? അല്ല ഇത് അതിന്റെ ഒരു ചെറിയ വെർഷനാണ് ഇപ്പൊ കണ്ടത്. 5000 RPM കയറ്റിയിട്ടില്ല. 5000 RPM താഴെയുള്ള എന്നിട്ട് ഞാൻ സംഭവമാണ്. ഒരു പോയിന്റ് എത്തിയപ്പോ MG റോഡിന്റെ അറ്റത്താണ് നിങ്ങൾ അങ്ങെത്തി. ഇവിടെ ഭയങ്കരമായിട്ട് സൗണ്ട് ഫുൾ സൗണ്ട് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ആ സൗണ്ട് അകത്ത് കിട്ടുന്നില്ലേ? എല്ലാം കിട്ടുന്നുണ്ട്. ബട്ട് കംഫർട്ടബിളി ആണ് പുഷ് ചെയ്തോണ്ടിരിക്കണേ. നമ്മളെ സ്കെയറി ഫാസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ പുഷ്. പോലീസ് വണ്ടിയുടെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്തില്ല? ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പേടിക്കുന്നില്ല. ഇൻസെയിൻ കോൺഫിഡൻസ് ആണ് അതിനകത്ത് ഇരിക്കുമ്പോൾ. അതായത് പുറത്തെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കും. അകത്ത് നമുക്ക് അതായത് ഞാൻ പറയില്ലേ 2 ടൈം സോണിൽ പോകണ വരെ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ടൈം, അകത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ടൈം ഫോളോ ചെയ്യണ പോലെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പ്രസൻസാണ്. റോക്കറ്റ് ലെമോർഗിന് എത്ര പുതിയതാണെങ്കിലും ആ സൗണ്ട് കുറച്ച് തന്നെ ആ സംഭവമില്ല. എല്ലാ സൗണ്ടും അതാ ഒരു OPF GPF ഒന്നും ചെയ്യാനില്ല. എത്ര വീട്ടിലെ സൗണ്ട് പുറത്തേക്ക് സിംഗ് ചെയ്യും. അപ്പൊ ബോയ്സ് ഗുഡ് നൈറ്റ്. It was a great night meeting all of you. See you all. എല്ലാവരും അപ്പം സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. എന്തോ ബെല്ലൈക്കന്റെ പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാ. ഈ ബെല്ലൈക്കൻ മച്ചാ. Okay. 340 ഒരു വണ്ടിയാണ്.